ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ പറയുന്നത്. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർബിനോട് കൂടി പലതരത്തിലുള്ള പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ ഫ്രേസൽ വെർബ്സിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുമ്പോൾ വെർബിൻ്റെ കൂടെ ചേരുന്ന പ്രിപ്പോസിഷൻ കൂടെ ഇവയെ വെർബിനോട് കൂടി ചേരുന്ന പ്രിപ്പോസിഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഫ്രേസൽ വെർബ്സിനും മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. വെർബ് സെയിം ആണെങ്കിലും ഓരോ ഫ്രേസൽ വെർബ്സിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കാൾ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സിൽ നിന്ന് തുടങ്ങാം. കോൾ അറ്റിൻ്റെ മീനിങ് വിസിറ്റ് എ പ്ലേസ്. കോൾ ഓണിൻ്റെ മീനിങ് വിസിറ്റ് എ പേഴ്സൺ. കോൾ അപ്പിൻ്റെ മീനിങ് റീകളക്ട്. കോൾ ഓഫിൻ്റെ മീനിങ് ക്യാൻസൽ സംതിങ്. കോൾ ഫോറിൻ്റെ മീനിങ് ഡിമാൻഡ്. കോൾ ഔട്ടിൻ്റെ മീനിങ് ടു സമ്മൺ ഓർ ഓർഡർ. കോൾ ഓവറിൻ്റെ മീനിങ് റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്. കോൾ അപ്പോണിൻ്റെ മീനിങ് അനൗൺസ്. കോൾ ഇന്നിൻ്റെ മീനിങ് ടു ഓർഡർ ഫോർ പ്രസൻസ്. കോൾ ഫോർത്തിൻ്റെ മീനിങ് ടു കോസ് സംതിങ് ടു ആക്ഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഫ്രേസൽ വെർബ്സിൻ്റെയും മീനിങ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇത് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വെർബ്സാണ്. അപ്പോൾ അടുത്ത് കം വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നോക്കാം. കം ഓഫിൻ്റെ മീനിങ് ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ. കം ഓണിൻ്റെ മീനിങ് ടു മേക്ക് പ്രോഗ്രസ്. കം ഇന്നിൻ്റെ മീനിങ് ടു കംപ്ലീറ്റ് എ കോമ്പറ്റീഷൻ ഇൻ എ സ്പെസിഫൈഡ് പൊസിഷൻ. കം അപ്പിൻ്റെ മീനിങ് ടു മൂവ് ടുവേർഡ്സ്. കം അക്രോസിൻ്റെ മീനിങ് ടു ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ്. കം അറ്റിൻ്റെ മീനിങ് ടു അറ്റാക്ക് ഓർ ഒബ്റ്റെയിൻ. കം ബൈയുടെ മീനിങ് ടു ഗെയിൻ പൊസഷൻ. കം അലോങ്ങിൻ്റെ മീനിങ് ടു അക്കമ്പനി. അപ്പോൾ കം വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് ഇപ്പോൾ നോക്കിയത്. അടുത്ത ലുക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നോക്കാം. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് കെയർ ഓഫ്. ലുക്ക് അപ്പിൻ്റെ മീനിങ് സെർച്ച് ഫോർ ഇൻ എ ഡിക്ഷണറി ഓർ ടു കൺസിഡർ. അപ്പോൾ ലുക്കപ്പിൻ്റെ മീനിങ് സെർച്ച് ഫോർ ഇൻ എ ഡിക്ഷണറി ഓർ ടു കൺസിഡർ. ലുക്ക് ഫോർവേഡിൻ്റെ മീനിങ് എക്സ്പെക്റ്റ് ഓർ ഹോപ്പ് ഫോർ. അപ്പോൾ ലുക്ക് ഫോർവേഡിൻ്റെ മീനിങ് എക്സ്പെക്റ്റ് ഓർ ഹോപ്പ് ഫോർ. ലുക്ക് ഇൻടുവിൻ്റെ മീനിങ് എക്സാമിൻ ഓർ ഇൻവെസ്റ്റിഗേറ്റ്. ലുക്ക് ഫോറിൻ്റെ മീനിങ് സീക്ക് സംതിങ്. ലുക്ക് അറ്റിൻ്റെ മീനിങ് വാച്ച് ഡയറക്ട്ലി. ലുക്ക് ഔട്ടിൻ്റെ മീനിങ് ബി വാണ്ടഡ് ഓർ ബി കെയർഫുൾ. ലുക്ക് ഡൗൺ ഓണിൻ്റെ മീനിങ് വാച്ച് വിത്ത് ഡിസ്ലൈക്ക്. അടുത്ത പുട്ട് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്രേസൽ വെർബ്സ് ആണ്. പുട്ട് ഓഫിൻ്റെ മീനിങ് പോസ്റ്റ്പോൺ. പുട്ട് അപ്പിൻ്റെ മീനിങ് റേസ് ഓർ സ്റ്റേ. പുട്ട് ഓണിൻ്റെ മീനിങ് വിയർ. പുട്ട് ഔട്ടിൻ്റെ മീനിങ് എക്സ്റ്റിങ്ക്യൂഷ്. പുട്ട് ഡൗണിൻ്റെ മീനിങ് സപ്രസ് ഓർ റൈറ്റ്. പുട്ട് ബൈയുടെ മീനിങ് ടു സേവ് ആൻ എമൗണ്ട്. പുട്ട് ഇന്നിൻ്റെ മീനിങ് ഇൻവെസ്റ്റ് ഓർ ഇൻ്ററപ്റ്റ് ഇൻ എ കോൺവെർസേഷൻ. പുട്ട് ഫോർവേഡിൻ്റെ മീനിങ് ടു മേക്ക് സജഷൻ. പുട്ട് അക്രോസിൻ്റെ മീനിങ് ടു കമ്മ്യൂണിക്കേറ്റ്. പുട്ട് അപ്പ് വിത്തിൻ്റെ മീനിങ് ടോളറേറ്റ്. പുട്ട് ആൻ എൻഡ് ടുൻ്റെ മീനിങ് സ്റ്റോപ്പ്. അപ്പോൾ പുട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് ഇപ്പോൾ നോക്കിയത്. അടുത്ത് ടേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നോക്കാം. ടേക്ക് ഇന്നിൻ്റെ മീനിങ് ഡിസീവ്. ടേക്ക് ഇറ്റിൻ്റെ മീനിങ് ടു എൻഡ്യൂർ. ടേക്ക് അപ്പിൻ്റെ മീനിങ് സ്റ്റാർട്ട് ഓർ begin something such as a job. Take afterൻ്റെ മീനിങ് resemble a parent or relative. Take offൻ്റെ മീനിങ് to remove something or to leave the ground and begin to fly. Take overൻ്റെ മീനിങ് take control of. Take downൻ്റെ മീനിങ് write down.
ടേക്ക് വിത്തിൻ്റെ മീനിങ് ഫാസിനേറ്റ്. ടേക്ക് അപ്പിൻ്റെ മീനിങ് ബിഗിൻ ടു പെർസ്യൂ ഓർ ഓക്യുപ്പൈ. ടേക്ക് ടുവിൻ്റെ മീനിങ് become addicted. Take on the meaning to undertake. Taken aback the meaning surprise. ഇപ്പോൾ ടേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് ആണ് ഇപ്പോൾ നോക്കിയത്. അടുത്തത് ഗോ വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് നോക്കാം. ഗോ ഓവറിൻ്റെ മീനിങ് അനലൈസ്. ഗോ ഓണിൻ്റെ മീനിങ് കണ്ടിന്യൂ. ഗോ അറ്റിൻ്റെ മീനിങ് അറ്റാക്ക്. ഗോ വിത്തിൻ്റെ മീനിങ് മാച്ച്. ഗോ ഫോറിൻ്റെ മീനിങ് ചൂസ് ഓർ സീക്ക്. ഗോ ഓഫിൻ്റെ മീനിങ് എക്സ്പ്ലോർ. ഗോ എലോങ് വിത്തിൻ്റെ മീനിങ് കോ ഓപ്പറേറ്റ്. ഗോ ഇൻടുവിൻ്റെ മീനിങ് ഇൻവെസ്റ്റിഗേറ്റ്. ഗോ ത്രൂവിൻ്റെ മീനിങ് എക്സാമിൻ. അപ്പോൾ ഗോ വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് ആണ് നോക്കിയത്. അടുത്ത ഗെറ്റ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് നോക്കാം. ഗെറ്റ് ത്രൂവിൻ്റെ മീനിങ് പാസ് എന്നാണ്. ഗെറ്റ് ഓവറിൻ്റെ മീനിങ് റിക്കവർ ഫ്രം ഓർ ഓവർകം. ഗെറ്റ് ഓഫിൻ്റെ മീനിങ് എസ്കേപ്പ്. ഗെറ്റ് അലോങ്ങിൻ്റെ മീനിങ് മേക്ക് പ്രോഗ്രസ്. ഗെറ്റ് അറ്റിൻ്റെ മീനിങ് റീച്ച്. ഗെറ്റ് അബൌട്ടിൻ്റെ മീനിങ് സ്പ്രെഡ്. ഗെറ്റ് ഓണിൻ്റെ മീനിങ് കീപ് ഗോയിങ്. ഗെറ്റ് റൗണ്ടിൻ്റെ മീനിങ് ഫിനിഷ് സംതിങ്. ഗെറ്റ് അഹെഡിൻ്റെ മീനിങ് ബി സക്സസ്ഫുൾ. ഗെറ്റ് അവേൻ്റെ മീനിങ് എസ്കേപ്പ്. ഗെറ്റ് ബാക്കിൻ്റെ മീനിങ് റിട്ടേൺ. ഗെറ്റ് അപ്പിൻ്റെ മീനിങ് റൈസ് ഫ്രം ബെഡ്. അപ്പോൾ ഗെറ്റ് വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്രേസൽ വെബ്സ് ആണ് നോക്കിയത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു ഡാഷ് ദ വേർഡ്. അപ്പോൾ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് പുൾ ഡൗൺ. ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു പുൾ ഡൗൺ ദ വേർഡ്. അപ്പോൾ നമ്മൾ പുൾ ഡൗണിൻ്റെ അർത്ഥം മീനിങ് നമുക്ക് നോക്കാം, വരുമ്പോൾ നോക്കാം. പുൾ വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് വരുമ്പോൾ നോക്കാം. ഗിവ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് നോക്കാം. ഇനി ഗിവ് ഔട്ടിൻ്റെ മീനിങ് announce or distribute. Give in the meaning yield. Give off in the meaning to devote or contribute. Give over in the meaning entrust. Give up in the meaning abandon or admit defeat. Give away in the meaning to make a gift of. അപ്പോൾ ഗിവ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് ആണ് ഇതെല്ലാം. അടുത്ത മേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് നോക്കാം. Make shift in the meaning a temporary substitute or device. Make over in the meaning a transformation of the appearance of someone or something. Make off in the meaning to hurry away, especially in order to escape. Make up in the meaning to become friendly after a quarrel or invent a story. Make out in the meaning to understand or manage. Make for in the meaning to move towards something or a place. Make off within the meaning to carry away something illicitly. Make up for in the meaning to compensate for something. ഇപ്പോൾ മേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് ആണ് ഇതെല്ലാം. ഇനി ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് നോക്കാം. ബ്രേക്ക് ഡൗണിൻ്റെ മീനിങ് ഫെയിൽ. ബ്രേക്ക് അപ്പിൻ്റെ മീനിങ് ഡിസ്പേഴ്സ്. ബ്രേക്ക് ത്രൂവിൻ്റെ മീനിങ് എസ്കേപ്പ്. ബ്രേക്ക് ഇന്നിൻ്റെ മീനിങ് ടു ഫോഴ്സ്ഫുള്ളി എൻ്റർ. ബ്രേക്ക് ത്രൂവിൻ്റെ മീനിങ് ആൻ ആക്ട് ഓഫ് ഓവർകമ്മിങ് ആൻ ഒബ്സ്റ്റക്കിൾ. ബ്രേക്ക് ഓഫിൻ്റെ മീനിങ് ഇൻ സംതിങ്. ഇപ്പോൾ ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് നോക്കി. ഇത് സെറ്റ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെബ്സ് നോക്കാം. സെറ്റ് ഓഫിൻ്റെ മീനിങ് ബിഗിൻ എ ജേണി. സെറ്റ് അപ്പിൻ്റെ മീനിങ് ഓർഗനൈസ് ഓർ എസ്റ്റാബ്ലിഷ്. സെറ്റ് ഔട്ടിൻ്റെ മീനിങ് സ്റ്റാർട്ട് എ ജേണി. സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ഡിലേ.
സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ ടു കീപ്പ് ഓർ സേവ് സംതിങ് ഫോർ ലേറ്റർ യൂസ് ഓർ ഇഗ്നോർ. സെറ്റ് അസൈഡ് എന്ന് പറഞ്ഞാൽ ടു കീപ്പ് ഓർ സേവ് സംതിങ് ഫോർ ലേറ്റർ യൂസ് ഓർ ഇഗ്നോർ. സെറ്റ് ഫോർത്തിൻ്റെ മീനിങ് ടു എക്സ്പ്ലെയിൻ. അടുത്ത ബ്രിങ് വെച്ചിട്ടുള്ളതാണ്. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ റിവീൽ ഓർ റിലീസ് ഓർ പബ്ലിഷ്. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ റിവീൽ ഓർ റിലീസ് ഓർ പബ്ലിഷ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ മെൻഷൻ ഓർ റേസിങ് ആൻഡ് കെയറിങ് ഫോർ എ ചൈൽഡ്. അടുത്തത് റണ്ണ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നോക്കാം. റൺ ത്രൂ എന്ന് പറഞ്ഞാൽ ടു എക്സാമിൻ ഓർ യൂസ് അപ്പ് ക്വിക്ക്ലി. റൺ അറ്റ് എന്ന് പറഞ്ഞാൽ റഷ് ടുവേർഡ്സ്. റൺ ഫോർ എന്ന് പറഞ്ഞാൽ ടു കമ്പീറ്റ് ഇൻ ആൻ എലക്ഷൻ. റൺ ടു എന്ന് പറഞ്ഞാൽ ടു റീച്ച് എ പർട്ടിക്കുലർ എമൗണ്ട് ഓർ ലെവൽ. റൺ ഓൺ എന്ന് പറഞ്ഞാൽ ടു കീപ്പ് ഗോയിങ്. ഇപ്പോൾ റൺ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞത്. അടുത്ത പുൾ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നോക്കാം. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ടു വിഡ്രോ ഓർ റിട്രീറ്റ്. പുൾ ത്രൂ എന്ന് പറഞ്ഞാൽ ടു റിക്കവർ ഫ്രം എ ഡിഫിക്കൽട്ടി ഓഫ് ഇൽനെസ്. പുൾ ഓഫ് എന്ന് പറഞ്ഞാൽ മാനേജ് ടു ഡു. പുൾ ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിമോളിഷ് ഓർ ഡിപ്രസ് സമ്മൺ. അപ്പം നേരത്തെ നമ്മൾ ഒരു ക്വസ്റ്റ്യനിൽ നോക്കിയിരുന്നു പുൾ വെച്ചിട്ടുള്ള. അപ്പോൾ പുള്ളിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡിമോളിഷ് ഓർ ഡിപ്രസ് സമ്മൺ. അടുത്ത പുള്ളപ്പിൻ്റെ മീനിങ് ടു സ്റ്റോപ്പ്. പുൾ ടുഗദർ എന്ന് പറഞ്ഞാൽ ടു കോഓപ്പറേറ്റ്. പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു വിഡ്രോ ഓർ ഡിപ്പാർട്ട്. പുൾ ഓവർ എന്ന് പറഞ്ഞാൽ ടു മൂവ് എ വെഹിക്കിൾ ടു ദ സൈഡ് ആൻഡ് സ്റ്റോപ്പ്. അടുത്ത ബാക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഓർ എൻകറേജ്. ബാക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഡ്രോ ബാക്ക് ഫ്രം ആൻ ആക്ഷൻ. ബിയർ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സപ്പോർട്ട്. ബിയർ വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. അപ്പോൾ ബിയർ വെച്ചിട്ടുള്ളതാണ് ബിയർ ഔട്ട്, സപ്പോർട്ട്, ബിയർ വിത്ത്, ടോളറേറ്റ്. ഇനി കട്ട് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നോക്കാം. കട്ട് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഇൻ്ററപ്റ്റ് വെൻ സമ്മൺ സ്പീക്സ്. കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്. അടുത്തത് കാസ്റ്റ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. കാസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഡിസ്കാർഡ് ഓർ റിജക്റ്റ്. കാസ്റ്റ് എവേ എന്ന് പറഞ്ഞാൽ പുട്ട് എവേ ഓർ ത്രോൺ എവേ ടു ആൻ ഐലൻഡ്. അടുത്തത് പാസ് വെച്ചിട്ടുള്ളതാണ്. പാസ് എവേ എന്ന് പറഞ്ഞാൽ ഡൈ എന്നാണ് അർത്ഥം. പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ലൂസ് കോൺഷ്യസ്നെസ്. പാസ് ഓവർ എന്ന് പറഞ്ഞാൽ ഡിസ്റിഗാർഡ്. അടുത്തത് പോയിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ് ഓർ പേ അറ്റൻഷൻ ടുവേർഡ്സ്. പേ ഓഫ് എന്ന് പറഞ്ഞാൽ എ ഗുഡ് റിസൾട്ട്. പേ ബാക്ക് എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ്. വിയർ ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ബിക്കം അൺയൂസബിൾ. വിയർ ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഡിമിനിഷ് ഗ്രാജുവലി. ലാസ്റ്റ് വൺ വൈപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു ഡിസ്ട്രോയ് എന്നാണ്. അപ്പോൾ നമ്മൾ ഫ്രേസൽ വെർബ്സ് ആണ് നോക്കിയത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ് നോക്കിയത്. അപ്പോൾ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ഉള്ള വെർബ്സ് ആണ് ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ നമ്മൾ കൂടുതൽ പ്രാവശ്യം വായിച്ചു നോക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.